Hello everyone, welcome back to our channel Shuttu and Mama. ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ അല്ല, ഷുട്ടു ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നെ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഭയങ്കര വാശി പിടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ട് ഞാൻ അവളെ താഴേക്ക് പറഞ്ഞു വിട്ടു. അപ്പോ ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ അവളുടെ ഡ്രസ്സാട്ടോ. പിന്നെ ഭയങ്കര ചൂടൊക്കെ ഇല്ലേ, അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമ്മർ ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻസ് സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള സ്ലീവ്ലെസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിക്കൂ. എന്നെ പോലത്തെ അമ്മമാർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് കിഡ്സ് സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഡ്രസ്സസ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഫസ്റ്റ് ക്രൈ എന്നാട്ടോ. കണ്ടില്ലേ, ഞാൻ പൊളിച്ച് ജസ്റ്റ് നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് വീട്ടിലിടുന്ന സാധാരണ നോർമൽ കോട്ടൺ ഡ്രസ്സസ് ആണ്. ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. പിന്നെ ഒന്നാമത് അവൾക്ക് ഭയങ്കര വേർപ്പാണ്, ഭയങ്കര ചൂടാണ്, മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അതിന്റെ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും മൂപ്പർ കാണിക്കാറില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഹീറ്റ് കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ സ്ലീവ്ലെസ് കുറച്ച് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ പോലത്താണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ക്രൈ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു നോർമൽ ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ അവൾക്ക് ഓൾറെഡി ഇട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇത് എന്റെ ഷോർട്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും ഈ ഡ്രസ്സ് ഷൂട്ട് ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്. ഫുള്ളി ഒരു ഫ്ലോറൽ കൈൻഡ് പ്രിന്റ് വരുന്ന ഡ്രസ്സാണ്. ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുള്ള വേറെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് കൂടെ വെക്കാം. നല്ല മെറ്റീരിയൽ ആണ്. ഫുള്ളി ഒരു കോട്ടൺ, എന്താ പറയാ, നമ്മള് സാധാരണ ഒരു സോഫ്റ്റ് കോട്ടൺ അല്ല, ഒരു ലെനൻ ടൈപ്പ് കോട്ടൺ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. എന്താ പറയാ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു പെർഫെക്റ്റ് ക്ലോത്ത് ആണിത്. ഏത് സമ്മർ ടൈമിലും എന്നാലും കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ ഒരു എന്താ പറയാ സീസൺസിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ് ആട്ടോ ഇത് ഞാൻ ഒരു കാഷ്വൽ ഡ്രസ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചാണ്. ഇതിന്റെ കൂടെ അതിന്റെ പാൻറ്റീസും വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചുറ്റിന് ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അവൾക്ക് ഇപ്പൊ എടുക്കുന്നത് 2 വയസ്സാവാറായി. 2 to 3 ആണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് ചെറുതായി പോവല്ലോ കുട്ടികൾക്ക്, അതുകൊണ്ടാണ് ഞാൻ 2 to 3 എടുക്കുന്നത്. ഇവിടെയൊക്കെ അവർ കറക്റ്റ് ആയിരിക്കും. അവൾക്ക് ലെങ്ത് കുറച്ച് കൂടുതൽ ഉണ്ടാവും, എന്നാലും അങ്ങനെ ഓവർ ബോറിംഗ് ആയിട്ടൊന്നും തോന്നാറില്ല. പിന്നെ പെട്ടെന്ന് ചെറുതായി പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇതിലെടുക്കുന്നത്. ഇവിടെ നമ്മളെ 2 ഡോഗ്സ് ഉണ്ട്, അവരുടെ ഒച്ചയാണ്. നിങ്ങൾ പ്ലീസ് ഡോണ്ട് മൈൻഡ് കേട്ടോ. അതാണ് ആ ഒരു വോയിസ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കാൻ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് ഇതാണ് ആക്ച്വലി സമ്മർ ഡ്രസ്സസ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇത് രണ്ടും ഒരു കോംബോ സംഭവങ്ങളിൽ വരുന്നതാണ്. ഓഫ്കോഴ്സ് ഞാൻ ഇതിന്റെ റേറ്റ് വന്നിട്ട് 300 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ റേറ്റ്. ഞാൻ അതിന്റെ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോ അതാണ് ഫസ്റ്റ്. ഇത് വരുന്നത് 2 കോംബോ ഡ്രസ്സസ് ആണ്. ഒരു പാക്കിൽ തന്നെ 2 ഡ്രസ്സ് വരും. ഇതിന്റെയും ഒരു പ്രൈസ് റേഞ്ച് 400-300 റേഞ്ചിലാണ്. എല്ലാം ഫസ്റ്റ് ക്രൈ തന്നെ കേട്ടോ. അവരുടെ പാക്കേജ് ഒക്കെ കണ്ടില്ലേ, നല്ല ക്ലീൻ പാക്കേജ് ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും ഷുട്ടൂന് ഒന്നിക്കിൽ ഹോപ്സ് കോച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ തന്നെയാണ് ഡ്രസ്സസ് വാങ്ങിക്കാറുള്ളത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങി നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് അത്ര ഒരു ബേബീസിന്റെ ആ ഒരു ക്ലോത്ത് എനിക്ക് അത്ര ഒരു സൂട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവള് ജനിച്ച ടൈമിലൊക്കെ ഞാൻ ഫുള്ളി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ കുറച്ചും കൂടെ നല്ല ക്ലോത്ത്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് എനിക്ക് ക്ലോത്ത് അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ അധികം ഫസ്റ്റ് ക്രൈ അല്ലെങ്കിൽ ഹോപ്സ് കോച്ച് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. ഫസ്റ്റ് ക്രൈ അതുപോലെ തന്നെ ഞാൻ ആപ്പ് ത്രൂ ആണ് വാങ്ങിക്കാറുള്ളത്. ഞാൻ ഒന്നും അങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒരാളല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സംഭവം തുറന്നു നോക്കാം. ഇതെല്ലാം ഡ്രസ്സസ് ആട്ടോ, മീൻസ് ഫ്രോക്ക് കൈൻഡ് ഓഫ് ഡ്രസ്സസ് ആണ്. ഒന്നും അങ്ങനെ പാൻസ് പൈജാമ സെറ്റ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എല്ലാം ഡ്രസ്സസ് തന്നെയാണ്. അപ്പോൾ ഇതും ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഡ്രസ്സാണ്. അത് രണ്ടും ഏകദേശം സെയിം കളറല്ലേ, പക്ഷെ പാറ്റേൺ മാറ്റമുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത്. ഇതും എനിക്ക്
എന്താ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും, ഭയങ്കര ഒരു നേരിയ കോട്ടൺ ക്ലോത്താണ് വരുന്നത്. ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ബോഡിയിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണിത്. ഇതും ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് കറക്റ്റാണ്. പക്ഷെ ഞാൻ ആ സൈസ് കൂട്ടിയെടുത്തോണ്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയാൻ. ഇതിന് വേറെ ഇന്നേഴ്സോ പാൻറ്റീസോ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഫ്രോക്ക് മാത്രം. അതും കോംബോയില് ഒരു പാക്കിൽ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് ആക്ച്വലി വന്നിട്ട് കുറച്ച് ദിവസമായി, ഞാൻ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പ്രൈസ് എനിക്ക് അത്ര ഓർമ്മയില്ല. ആ ക്ലോത്ത് വാഷ് ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല, അതിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ക്ലോത്താണിത്. പിന്നെ ഇങ്ങനത്തെ ക്ലോത്ത് ഞാൻ ഓൾറെഡി അവൾക്ക് യൂസ് ചെയ്യുന്നതാണ്. വീട്ടിലിടാൻ ഞാൻ അധികം ഇങ്ങനത്തെ ഫ്രോക്കുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇത് കളറും പോവില്ല, ചുരുങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലോത്താണ്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട്. അതിന്റെ തന്നെ സെയിം പാക്കിൽ വരുന്ന വേറൊരു ഫ്രോക്കാണിത്. ഇത് ഇതുവരെ ഷൂട്ടൊന്നും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് കളറല്ല, ഈ ഒരു പാറ്റേൺ. ഇങ്ങനത്തെ പോഡ്കാ ഡ്രസ്സസ് ഈ ഡോട്ട് അവൾക്ക് ഇല്ല വേറെ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഉണ്ടല്ലോ, ടാഗൊക്കെ ഇതിന്റെ മേലെ തന്നെ ഉണ്ട്. ഇതിന്റെ മേലെ പ്രൈസ് ഇല്ല. ഇതിന്റെ മേലെ ആക്ച്വലി പ്രൈസ് കൂടുതലാണ്. 729 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, 729. പക്ഷെ ഈ പ്രൈസ് അല്ല കേട്ടോ. ഞാൻ കോംബോ ഓഫറിന് മാക്സിമം പോയാൽ 500 താഴെ അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ടും. അപ്പോൾ എത്രയോ ബെറ്റർ ഓപ്ഷനാണ് നമുക്ക്. ഇങ്ങനത്തെ കോംബോസ് ആണ് കുട്ടികൾക്ക് എപ്പോഴും വാങ്ങിക്കാൻ നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തേർഡ് ഡ്രസ്. ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ആൻഡ് ഇങ്ങനത്തെ കുഞ്ഞു ഡോട്ട്സ് ആണ് വരുന്നത്. ഫുള്ളായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബോ കൈൻഡ് ഓഫ് എന്താ പറയുന്നുണ്ട്. സ്ലീവ് ഓപ്പൺ സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സ്ലീവ് ആണ്. ഇവിടെ ചെറിയൊരു പഫ് പോലത്തെ സംഭവം വരുന്നുണ്ട്. ഇത് അധികം കുട്ടികളുടെ എന്താ പറയുക ക്ലോത്ത്സിൽ കണ്ടുവരുന്ന ഒരു സ്ലീവാണിത്. ഹാഫ് ഓപ്പൺ ആയിട്ട് അവർക്ക് എപ്പോഴും നല്ലൊരു എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അവലോകനം. അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ലീവാണ് ഈ 2 ഡ്രസ്സിനും വന്നിട്ടുള്ളത്. മറ്റേ ഡ്രസ്സിനും ഇതുപോലത്തെ സ്ലീവാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് സംഭവം, കുറച്ചും കൂടി ലൂസായിട്ട് കിടക്കുന്ന പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇത് രണ്ടിനും ഈ ഒരു സ്ലീവാണ് വരുന്നത്. കണ്ടില്ലേ, ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള സ്ലീവാണ്. ഇതും ഭയങ്കര നല്ല ക്ലോത്താണ്. ക്ലോത്ത് എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടോ. അതിന് കറക്റ്റ്ലി എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ അതിൽ നോക്കിയപ്പോൾ കണ്ടത് ലിനൻ കോട്ടൺ എന്നാണ് കണ്ടത്, ആ ഒരു സോഫ്റ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു കോംബോയിൽ വരുന്ന ഡ്രസ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോംബോ ആൻഡ് ദ ലാസ്റ്റ് കോംബോ ആണ്. ടോട്ടൽ 2, 4, 5 ഡ്രസ്സസ് ആണ് ഉള്ളത്. ഇത് ഒരു കോംബോ, അതുപോലെ തന്നെ ഇത് വേറൊരു കോംബോ. അങ്ങനെയാണ് 2 എണ്ണം വാങ്ങിച്ചത്. മറ്റൊരു പിന്നെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് വാങ്ങിയേ ഉള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിന് അത് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കോംബോ നോക്കാം. കണ്ടില്ലേ, 2 to 3 ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. ഇവര് പാക്കേജ് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര നല്ല പാക്കേജാണ്. ഇതാണ് നമ്മുടെ ഒരു 4th ഡ്രസ്സ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് വേറൊരു ഡ്രസ്സ്. ഇതില് എന്താ പറയാ, ക്ലോത്ത് കുറച്ചും കൂടെ മാറ്റമുണ്ട്. ഇതും ഏകദേശം ഒരു ക്ലോത്ത് ആണ്. ഇത് എന്നാലും കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഇത് കുറച്ചും കൂടെ ഒരു ഹാർഡ് കോട്ടൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ചും കൂടെ കട്ടിയുണ്ട്. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു സ്ട്രെച്ചി കോട്ടൺ പോലത്താണ്. ഇത് കുറച്ചും കൂടെ ഹാർഡാണ് സംഭവം. ഇതും ഫുള്ളി ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഒരു സംഭവത്തിൽ വരുന്നത്. ഇതും ഞാൻ അതേ റേഞ്ചിൽ തന്നെയാണ് രണ്ടും കോംബോ ആയിട്ട് വാങ്ങിച്ചത്. ഇത് സ്ലീവ്ലെസ് ആണ്. ഇതാണ് വേറെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനും ഇവിടെ ചെറിയൊരു ബോ ഒക്കെ ഉണ്ട്. ഞാൻ എന്തായാലും എല്ലാ ഡ്രസ്സും ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇതിനും പാൻറ്റീസോ ട്രൗസേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഫ്രോക്ക് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസിന് നമ്മൾ കോംബോ ആയിട്ട് 2 എണ്ണം ഒരു പാക്കിൽ കിട്ടുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഫസ്റ്റ് ക്രൈ ശരിക്കും നമ്മൾ അങ്ങനെ ഓഫേഴ്സ് നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കോസ്റ്റ്ലി എന്നല്ല,
കുട്ടികളുടെ സാധനങ്ങൾക്ക് നമുക്ക് പൊതുവേ പ്രൈസ് റേഞ്ച് കൂടുതലാണ്. അവരുടെ ആ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം, ആ ഒരു ക്ലോത്തിന്റെ കംഫർട്ട്നെസ്സും പിന്നെ അതിൻ്റെ ഒരു പ്യൂരിറ്റി ഒക്കെ കൊണ്ടായിരിക്കാം അതിന് പ്രൈസ് റേഞ്ച് കൂടുതൽ. ക്ലോത്തിന് നല്ല അവരുടെ എല്ലാ സാധനങ്ങൾക്കും പൊതുവെ നമ്മളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് റേഞ്ച് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ഡ്രസ്സ്. ഇതും എനിക്ക് ഇതിൻ്റെ പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ കിട്ടിയിട്ടും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത് ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ചെറുതായി പോവാതിരിക്കാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആണ് കുറച്ച് കൂട്ടി സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ വരുന്ന 4ാമത്തെ ഡ്രസ്സ്. ആൻഡ് നമ്മുടെ അടുത്ത ലാസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതും ഒരു പോൾക്ക ഡോട്ട് വരുന്ന കേട്ടോ. ഇത് നല്ലൊരു കളറാണ്, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പിങ്ക്. ഇപ്പം ഞാൻ ഈ ലൈറ്റ്സിന്റെ എഫക്റ്റിൽ നിങ്ങൾക്ക് എത്ര കാണുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ അവൾക്ക് ഇട്ടിട്ടുള്ളത് ഞാൻ ശരിക്കും കാണിക്കാം. ശരിക്കും നല്ലൊരു പിങ്ക് ആൻഡ് അതിൽ ഫുൾ ഓഫ് ഡോട്ട്സ് വൈറ്റ് വരുന്ന ഈ ഒരു ബോയൊക്കെ ഉണ്ട്. ഇതും സ്ലീവ്ലെസ് ആണ് ഫുള്ള് വരുന്നത്. ഇത്ര ലെങ്ത്തില് കണ്ടില്ലേ? എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട് മെറ്റീരിയൽസിന്. അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ്സ് ആൻഡ് കളേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് തൊടുമ്പോൾ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. അതിനപേക്ഷിച്ച് ഇത് സോഫ്റ്റ് ആണ്. പക്ഷെ സമ്മർ ടൈമിലൊക്കെ ഇടാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ചൂടെടുക്കുകയില്ല കുട്ടികൾക്ക്. നമ്മളെ ബോഡിയിൽ ഇതിങ്ങനെ ലൂസായിട്ട് നല്ല ഫ്രീ ആയിട്ട് കിടന്നോളും. ഒരു ചൂടോ കാര്യമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഡ്രസ്സസ് ഇടുമ്പോൾ അവൾ ഭയങ്കര കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തപ്പിപ്പിടിച്ച് വാങ്ങിക്കുന്നത്. ഈവനിങ് കുളിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും നോർമൽ ഡ്രസ്സാണ് സാധാരണ എടുക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ അവളെ വേഗം മഴുക്കാക്കും. അതിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കാർബാഡും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ എല്ലാ വേസ്റ്റും അവളുടെ ഡ്രസ്സിലും ഉണ്ടാവും. അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ പക്ക ലോക്കൽ ഡ്രസ്സാണ് അവർക്ക് ഇടിക്കാറുള്ളത്. ഇത് രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് മേലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കമ്പാരിറ്റീവ്ലി ഇപ്പം ചെയ്യുന്നത്. വേറെ വഴിയില്ല. എന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ നല്ല ഡ്രസ്സസ് രാവിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ ലാസ്റ്റ് ഡ്രസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിപ്പം ന്യൂ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സസ്. അതും ഞാൻ പറഞ്ഞില്ലേ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സസ് അവൾക്ക് ഉണ്ട്. പിന്നെ മെയിൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ചെറുതായി പോവും എല്ലാ ഡ്രസ്സസും. അതുപോലെ തന്നെ അവർ കളിക്കുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ അനുസരിച്ച് ചീത്തയാവുന്നുണ്ട് ഡ്രസ്സ്. നമ്മൾ കുറേയൊക്കെ ഞാൻ അവളുടെ എല്ലാം ഇപ്പോഴും ഞാൻ ഹാൻഡ് വാഷാണ് ചെയ്യാറുള്ളത്. നല്ല ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ മെഷീനിൽ ഇടാറുള്ളൂ. നോർമൽ വീട്ടിലുള്ള അതായത് അഴുക്കായിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് തേച്ച് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മളുടെ ആ ഒരു ക്ലോത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒന്നുകിൽ നരച്ചു പോവും അല്ലെങ്കിൽ അതിൻ്റെ കളർ ഫെയ്ഡ് ആവും. നമ്മൾ ആ മഞ്ഞളുള്ള സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് ഉരക്കുന്ന സമയത്ത് അതിൻ്റെ കളർ അവിടെ മാത്രമായിട്ട് കുറച്ചൊരു വൈറ്റിഷ് കളറാവും. അങ്ങനത്തെ ഒക്കെ എന്താ വെച്ചാൽ അത് എന്താ വെച്ചാൽ അവരുടെയും ക്ലോത്ത് അത്രയും പ്യുവറാണ്. അതുകൊണ്ടാണ് അത് വേഗം ചീത്തയായി പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഡ്രസ്സസ് പിന്നെയും വാങ്ങിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ഞാൻ എന്നെ പോലത്തെ അമ്മമാർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്ത ചെറിയൊരു വീഡിയോ കേട്ടോ. അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇപ്പം ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചപ്പം ആ ഒരു ഹോൾ വീഡിയോ ചെയ്യാം, ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയാലോ എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ബോയ്സ് ആൻഡ് ഗേൾസിന് ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു ഗേൾ ബേബി ആയതുകൊണ്ടാണ് ഞാൻ അവളുടേത് മാത്രമായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബോയ്സിന് പറ്റുന്ന നല്ല കോട്ട് സെറ്റും ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഗേൾസിൻ്റെ മാത്രം ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ബോയ്സിനെയും കാണാൻ പറ്റും. അവരുടെയും ഇതുപോലെ തന്നെ ക്ലോത്ത്സ് വെച്ചിട്ടുള്ള നല്ല ഡ്രസ്സസ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിത് സമ്മർ ഡ്രസ്സസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി. എന്തായാലും ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുൾ വീഡിയോ കാണണം. പ്ലീസ് സപ്പോർട്ട് അസ്. പിന്നെ ഇതുപോലത്തെ വേറെയും നല്ല നല്ല ഹോൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പ്ലീസ് ടു സപ്പോർട്ട്. എല്ലാവരും എന്തായാലും
പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.